സൂര്യചന്ദ്രന്മാർ. ഒരിടത്തൊരിടത്ത് പണ്ടൊരു കിഴവിത്തള്ളയുണ്ടായിരുന്നു. അവൾക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. ഒരു ദിവസം അവർ ഗ്രാമത്തിലെ ധനികന്റെ വീട്ടിൽ പണിക്ക് പോയി. പോകുമ്പോൾ കുട്ടികളോട് കതകടച്ച് അകത്തിരിക്കാൻ പറഞ്ഞു. മക്കളെ, ഇവിടെ പുലിയുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് ഒരു കൊട്ട നിറയെ പലഹാരം കിട്ടി. കുട്ടികൾക്ക് കൊടുക്കാനായി അതും തലയിൽ വെച്ച് അവർ ഓട്ടം ആരംഭിച്ചു. വഴിയിൽ ഒരു കുന്നിനടുത്തെത്തിയപ്പോൾ ഒരു പുലിയെ കണ്ടു. പുലി മുന്നിൽ അവളെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, കിഴവി, നിന്റെ തലയിൽ എന്താണ്? പേടിച്ചു പോയ വൃദ്ധ പറഞ്ഞു, പുലി, ഇത് പലഹാരമാണ്, പണിയെടുത്ത വീട്ടുകാർ തന്നതാണ്, എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ഒന്നെനിക്കിതാ, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ തിന്നും, പുലി പറഞ്ഞു. കിഴവി പുലിക്ക് ഒരപ്പം നൽകി വേഗം നടന്നുപോയി. കുറച്ചു ദൂരം പോയപ്പോൾ പുലി അവളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവരാകട്ടെ ഇത് മറ്റൊരു പുലിയാണെന്നാണ് കരുതിയത്. ആ പുലിയും പഴയതുപോലെ ചോദിച്ചു. വൃദ്ധ അതിനും ഒരു അപ്പം നൽകി വേഗം നടന്നു. കുറച്ചുകൂടി നടന്നപ്പോൾ മൂന്നാമതും പുലി പ്രത്യക്ഷമായി. പുലി വീണ്ടും വീണ്ടും കിഴവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അപ്പം മുഴുവൻ തിന്നു തീർത്തു. വീണ്ടും പുലി മുന്നിൽ വന്ന് തടഞ്ഞു നിർത്തിയപ്പോൾ വൃദ്ധ പറഞ്ഞു, പുലി, നിങ്ങളുടെ കൂട്ടുകാർ എല്ലാം കൂടി എൻ്റെ കയ്യിലിരുന്ന അപ്പം മുഴുവൻ തിന്നു തീർത്തു. നോക്കൂ, കുട്ടയിൽ ഒന്നുമില്ല. അവൾ കൊട്ട ദൂരേക്ക് എറിഞ്ഞു. അപ്പൊ പുലി വീണ്ടും ചോദിച്ചു, വൃദ്ധേ, നിന്റെ ഇരുവശത്തും കിടന്ന് ആടുന്നത് എന്താണ്? ഇതെന്റെ കൈകളാണ്. അത് കേട്ട പുലി പറഞ്ഞു, അതിലൊന്നും എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്നെ കൊന്നു തിന്നും. നിവൃത്തിയില്ലാതെ കിഴവി തൻ്റെ ഒരു കൈ പുലിക്ക് കൊടുത്തു. എന്നിട്ട് അതിവേഗം കാട്ടിൽ കൂടി വീട്ടിലേക്ക് ഓടി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ പുലി വീണ്ടും മുന്നിലെത്തി. ഇത്തവണ രണ്ടാമത്തെ കൈയും നൽകി. കുറെ കഴിഞ്ഞ് പുലി വീണ്ടും മുന്നിൽ വന്ന് തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, വൃദ്ധേ, നിന്റെ ഉടലിന് താഴെ ചലിക്കുന്നത് എന്താണ്? വൃദ്ധ പറഞ്ഞു, പുലി, അതെന്റെ കാലുകളല്ലേ. ശരി, നിന്റെ ഒരു കാൽ എനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ തിന്നും. കിഴവിക്ക് കോപം വന്നു. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, എടാ നശിച്ചവനെ, നിന്റെ കൂട്ടുകാർ എന്റെ പലഹാരം മുഴുവൻ തിന്നു തീർത്തു, എന്റെ കൈകളും തിന്നു. ഇപ്പോൾ നിനക്ക് എന്റെ കാലാണ് ആവശ്യമല്ലേ? പിന്നെ ഞാൻ എങ്ങനെ നടക്കും? പുലിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അത് തന്റെ ചോദ്യം ആവർത്തിച്ചു. വൃദ്ധ വീണ്ടും ദയനീയമായി ചോദിച്ചു, കാൽ തന്നാൽ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തെത്തും? അത് കേട്ട പുലി പറഞ്ഞു, നിനക്ക് ഒരു കാലുകൂടി ഇല്ലേ? ചാടി ചാടി പോയിക്കോളൂ. അവസാനം പുലിയുടെ നിർബന്ധം കാരണം കിഴവി തൻ്റെ ഒരു കാൽ പുലിക്ക് നൽകി. എന്നിട്ട് ചാടി ചാടി യാത്ര തുടങ്ങി. അല്പം കഴിയുന്നതിന് മുമ്പ് പുലി വീണ്ടും മുന്നിൽ വന്നു. മറ്റേ കാൽ കൂടി ആവശ്യപ്പെട്ടു. അവസാനം വൃദ്ധ തൻ്റെ മറ്റേ കാലും പുലിക്ക് കൊടുത്തു. 2 കാലും നഷ്ടപ്പെട്ട വൃദ്ധ ഉരുണ്ടുരുണ്ട് യാത്ര തുടർന്നു. പക്ഷെ പുലി വീണ്ടും അവളുടെ മുന്നിൽ വന്നു. കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അവളെ പിടിച്ച് തിന്നു. പാതിരയായിട്ടും അമ്മ വരാത്തത് കൊണ്ട് കുട്ടികൾ വിഷമിച്ചിരുന്നു. വഴിയിൽ വെച്ച് അമ്മയെ പുലി പിടിച്ചു നിന്നത് സാധു കുട്ടികൾ അറിഞ്ഞിരുന്നില്ല. അവർ വിശന്ന് നിലത്ത് കിടന്നുറങ്ങി. പുലിയാണെങ്കിലോ വൃദ്ധയുടെ ഉടുപ്പുകൾ ധരിച്ചു, ഉറുമാൽ തലയിൽ കെട്ടി. എന്നിട്ട് വൃദ്ധയുടെ ഭാവത്തിൽ വീട്ടിലെത്തി വാതിൽക്കൽ നിന്ന് വിളിച്ചു ചോദിച്ചു, മക്കളെ, വല്ലാതെ വിശന്നോടാ, വാതിൽ തുറക്കൂ, ഞാൻ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അമ്മ പോകുമ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഓർമ്മ വന്നു. അവർ വാതിൽ തുറന്നില്ല. അവർ സംശയത്തോടെ തിരിച്ചു ചോദിച്ചു, അമ്മയുടെ ശബ്ദത്തിന് എന്തു പറ്റി? ഇത് കേട്ട പുലി ശബ്ദം മാറ്റി പറഞ്ഞു, മക്കളെ, പകൽ മുഴുവൻ പറമ്പിൽ ധാന്യം ഉണക്കുകയായിരുന്നു. ധാരാളം കിളികൾ ധാന്യം കൊത്തി തിന്നാൻ വന്നിരുന്നു. അവയെ ആട്ടിപ്പായിക്കാൻ ഒച്ചയിടേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ശബ്ദം അടച്ചു. പക്ഷെ ഇത് കുട്ടികൾക്ക് വിശ്വാസമായില്ല. അവർ ചോദിച്ചു, അമ്മേ, വാതിലിന്റെ വിള്ളലിലൂടെ ആ കൈയൊന്ന് കാട്ടൂ, ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ഇത് കേട്ട പുലി
തൻ്റെ കൈ വാതിലിന് അടിയിലൂടെ കാണിച്ചു കൊടുത്തു. അത് തൊട്ടു നോക്കിയ കുട്ടികൾ ചോദിച്ചു, എന്താ അമ്മേ കൈ വല്ലാതെ പരുപരുത്തും രോമം നിറഞ്ഞിരിക്കുന്നത്? അപ്പോഴും പുലിയൊരു നുണ പറഞ്ഞു. മക്കളെ, ഞാൻ പകൽ മുഴുവൻ തുണി അലക്കുകയായിരുന്നു. കഞ്ഞിപ്പശയിൽ മുങ്ങിയതിനാലാണ് കൈക്ക് ഇത്ര പരുപരുപ്പ് ഇന്ന്. കുട്ടികൾക്ക് വിശ്വാസമായില്ല. അവർ വാതിലിന്റെ ഓട്ടയിൽ കൂടി എത്തി നോക്കിയപ്പോൾ ഇരുട്ടത്ത് നിൽക്കുന്ന പുലിയെ വ്യക്തമായി കണ്ടു. പരിഭ്രാന്തരായ അവർ ശബ്ദമുണ്ടാക്കാതെ പിൻവാതിലിൽ കൂടി പുറത്തു കടന്നു. എന്നിട്ട് ഒരു വലിയ മരത്തിൽ പിടിച്ചു കയറി ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിപ്പായി. പുലിയാണെങ്കിൽ അല്പസമയം കൂടി അവിടെ കാത്തിരുന്നു. മറുപടിയൊന്നും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ വീട് പൊളിച്ച് അകത്ത് കയറി. പക്ഷെ എത്ര തിരഞ്ഞിട്ടും കുട്ടികളെ കണ്ടില്ല. അവൻ പുറത്തു കടന്നു വീടിന് ചുറ്റും അലറിക്കൊണ്ട് ഓടി. ഒടുവിൽ കുട്ടികൾ ഒളിച്ചിരിക്കുന്ന മരത്തിന് കീഴെയുള്ള കിണറ്റിലും എത്തി നോക്കി. 2 കുട്ടികളുടെയും നിഴൽ അതിൽ പതിച്ചിരുന്നു. നിഴലുകളാണെന്ന് മനസ്സിലാക്കാതെ കുട്ടികളെ തോണ്ടിയെടുക്കാൻ പുലി ശ്രമിച്ചു. അത് സാധിക്കാതെ വന്നപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ എങ്ങനെ കിണറ്റിൽ വീണു? ഒരു കൊട്ടയോ പുല്ലോ പോലും നിങ്ങളെ രക്ഷിക്കാനും കാണുന്നില്ലല്ലോ. നിങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്? പുലിയുടെ ഈ ഗോഷ്ഠികൾ കണ്ട് കുട്ടികൾ പൊട്ടിച്ചിരിച്ചുപോയി. ഉടനെ ശബ്ദം കേട്ട ദിക്കിലേക്ക് പുലി തല ഉയർത്തി നോക്കി. അവൻ കുട്ടികളെ കാണുകയും ചെയ്തു. അല്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അപകടമാണ്. നിങ്ങൾ കിണറ്റിൽ വീണാലോ? പറയൂ, നിങ്ങൾ എങ്ങനെയാണ് മുകളിലെത്തിയത്? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, പുലി അടുത്ത വീട്ടിൽ പോയി കുറച്ച് കുഴമ്പ് കൊണ്ടുവരൂ. എന്നിട്ട് അത് മരത്തിൽ പുരട്ടിയാൽ മതി. വേഗം മരത്തിൽ കയറാൻ പറ്റും. വിഡ്ഢിയായ നരി അടുത്ത വീട്ടിൽ നിന്നും കുറെ കുഴമ്പ് കൊണ്ടുവന്നു. എന്നിട്ട് അത് ധാരാളം മരത്തിൽ പുരട്ടി. എന്നിട്ട് കയറാൻ ശ്രമിച്ചു. കുഴമ്പ് ആ മരത്തിൽ വല്ലാതെ വഴുവഴുക്കൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പുലി വീണ്ടും ചോദിച്ചു, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ വല്ലാത്ത തെമ്മാടികൾ തന്നെ. സത്യം പറയൂ, ഇത്ര വേഗം നിങ്ങൾ എങ്ങനെയാണ് ഈ മരത്തിന്റെ മുകളിലെത്തിയത്? ഇപ്രാവശ്യം കുട്ടികൾ അറിയാതെ പോയി അടുത്ത വീട്ടിൽ നിന്ന് ഒരു മഴ വാങ്ങിക്കൊണ്ടുവരൂ പുലി. എന്നിട്ട് കുതയുണ്ടാക്കി കയറൂ. ഇത് കേട്ടതും പുലി അടുത്ത വീട്ടിൽ നിന്ന് ഒരു മഴ കൊണ്ടുവന്നു. മരത്തിൽ കുതകൾ വെട്ടി അതുവഴി കയറാൻ തുടങ്ങി. പുലിയിൽ നിന്നും രക്ഷപ്പെടാൻ വഴി കാണാതെ കുട്ടികൾ പേടിച്ചു വിറച്ചു. അവർ സ്വർഗത്തിലെ ദേവന്മാരോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണേ. രക്ഷിക്കുമെങ്കിൽ ഉടനെ ആ സ്വർഗീയമായ ഇരുമ്പ് ചങ്ങല ഇറക്കി തരണേ. അല്ല, ഞങ്ങളെ കൊല്ലാനാണ് ഇഷ്ടമെങ്കിൽ പൊട്ടാറായ വൈക്കോൽ കയർ മതി. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നും അവരുടെ അടുത്തേക്ക് ഒരു വലിയ ഇരുമ്പ് ചങ്ങല ഇറങ്ങി വന്നു. അവർ അതിൽ കൂടി കയറിപ്പോയി. വൃക്ഷത്തിന്റെ മുകളിൽ പുലി എത്തിയപ്പോഴേക്കും കുട്ടികൾ പോയി കഴിഞ്ഞിരുന്നു. അതിന് മുകളിലേക്ക് കയറിപ്പോകാൻ അതിയായ ആശയായി. പുലിയും പ്രാർത്ഥന തുടങ്ങി. തന്റെ തെറ്റ് പൊറുക്കുകയില്ലെന്ന വിശ്വാസത്താൽ തലകുത്തി നിന്നാണ് പുലി പ്രാർത്ഥിച്ചത്. ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിക്കുമെങ്കിൽ ഉടനെ പൊട്ടാറായ വൈക്കോൽ കയർ താഴ്ത്തി തരൂ. അതല്ല, എന്നെ കൊല്ലാനാണ് അങ്ങ് ആശിക്കുന്നതെങ്കിൽ ആ സ്വർഗീയമായ ഇരുമ്പ് ചങ്ങല ഇറക്കി തന്നാലും. കയറിനു പകരം ഇരുമ്പ് ചങ്ങല തന്നെ വരുമെന്ന പ്രതീക്ഷയോടെ പുലി കാത്തിരിപ്പായി. ശിക്ഷയായി താൻ ആവശ്യപ്പെടുന്നതിന് വിരോധമായേ തരാനിടയുള്ളൂ എന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ ദേവന്മാർ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു. പുലി ആവശ്യപ്പെട്ട പൊട്ടാറായ വൈക്കോൽ കയർ തന്നെ അവർ ഇറക്കിക്കൊടുത്തു. പുലി അതിൽ പിടിച്ച് കയറി. ഇരുമ്പ് ചങ്ങലയാണെന്നാണ് അവൻ കരുതിയത്. കുറച്ചു ദൂരം കയറിയപ്പോൾ കയർ പൊട്ടി പുലി താഴെ വീണ് എല്ലൊടിഞ്ഞു ചത്തു. സ്വർഗത്തിൽ കുട്ടികൾ ചാടി കളിച്ച് നടന്നിരുന്നു. ഒരു ദിവസം സ്വർഗരാജാവ് വിളിച്ചു പറഞ്ഞു, ആരെയും വെറുതെ ഇരിക്കാൻ ഞാൻ ഇവിടെ അനുവദിക്കുകയില്ല. നിങ്ങൾക്കിരുവർക്കും ഞാൻ ഓരോ പണി തരാം. ഭൂമിയിലെ മനുഷ്യന്മാർക്ക് പകൽ വെളിച്ചം നൽകുന്ന സൂര്യനാകണം ആൺകുട്ടി. പെൺകുട്ടി രാത്രിയിൽ നിലാവ് പൊഴിക്കുന്ന അമ്പിളിയും. പക്ഷെ പെൺകുട്ടി പെട്ടെന്ന് ഇടയിൽ കടന്നു പറഞ്ഞു, രാജാവേ, എനിക്ക് രാത്രിയെ പരിചയമില്ല. അതിനാൽ ചന്ദ്രനാകാൻ എനിക്ക് ആഗ്രഹമില്ല. അത് കേട്ട സ്വർഗരാജാവ് അവളെ സൂര്യനാക്കി, സഹോദരനെ ചന്ദ്രനും ആക്കി തീർത്തു. അവൾ സൂര്യനായ ദിവസങ്ങളിൽ ഭൂമിയിൽ നിന്ന് ആളുകൾ സുന്ദരിയായ അവളെ കാണാൻ തുറിച്ചു നോക്കിയിരുന്നു. അടക്കമൊതുക്കമുള്ള അവളെ ഇത് വല്ലാതെ വിഷമിപ്പിച്ചു. അവൾക്ക് ദേഷ്യം വന്നു. ആ കോപം മുഖത്തും വന്നു.
അങ്ങനെയാണ് അവൾ കത്തിജ്വലിക്കാൻ തുടങ്ങിയത്. പിന്നീട് അവളെ ആരും തുറിച്ചു നോക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല.